ഇറാനുമായുള്ള ബന്ധം അതീവ സങ്കീർണമായി തുടരുന്നതിനിടെ അപ്രതീക്ഷിതമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തെ പ്രധാന തർക്കങ്ങൾ പരിഹരിക്കാൻ നേരിട്ടുള്ള ചർച്ചകളാണ് പോംവഴി എന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. ശത്രു രാജ്യങ്ങളുടെ നേതാക്കളെ കാണുന്നത് അതൊരിക്കലും ഒരു വിട്ടുവീഴ്ചയായി കാണണ്ട, പ്രായോഗികമായ പരിഹാരത്തിനാണ് ട്രംപ് മുൻഗണന നൽകുന്നതെന്നും മാർക്കോ റൂബിയോ കൂട്ടിച്ചേർത്തു. അതേസമയം നയതന്ത്ര നീക്കങ്ങൾക്കൊപ്പം തന്നെ ഇറാനെതിരെ കനത്ത സൈനിക സമ്മർദ്ദം അമേരിക്ക തുടരുന്നുണ്ട്. ഗൾഫ് മേഖലയിലെ സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്ത് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കാനുള്ള നീക്കത്തിലാണ് പെന്റഗൺ. കരീബിയൻ കടലിൽ നിന്നും USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന വമ്പൻ പടക്കപ്പൽ ഉടൻ മേഖലയിൽ എത്തുകയും ചെയ്യും. നിലവിൽ അറബിക്കടലിലുള്ള USS എബ്രഹാം ലിങ്കൺ ഗ്രൂപ്പിനൊപ്പമാകും ഇത് ചേരുക. ഇറാൻ നടത്തുന്ന നീക്കങ്ങളെ ചെറുക്കാനും മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാനുമാണ് ഈ വമ്പൻ സൈനിക വിന്യാസമെന്ന് റൂബിയോ വ്യക്തമാക്കി. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ലോക സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുമാണ് ട്രംപ് ഭരണകൂടം എടുത്തിരിക്കുന്ന നിലപാട്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാൻ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ മാക്സിമം പ്രഷർ നയം, അതിനൊപ്പം തന്നെ ഒരു കരാറിലെത്താനും ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ജനീവയിൽ വെച്ച് അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന നിർണായക ചർച്ചകളിൽ അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഒമാന്റെയും സ്വിറ്റ്സർലൻഡിന്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ പുരോഗമിക്കുക. ഇറാൻ ഭരണമാറ്റം വേണം എന്ന ആവശ്യം കഴിഞ്ഞ ദിവസം ട്രംപ് ഉയർത്തിയെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഒരു സൈനിക നീക്കം ഒഴിവാക്കി സാമ്പത്തിക നയതന്ത്ര സമ്മർദ്ദത്തിലൂടെ ഇറാനെ വരുതിയിലാക്കാനാണ് ട്രംപിന്റെ ശ്രമം. ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഈ സംഭവ വികാസം. ഒമാനിൽ US ഇറാനിയൻ പ്രതിനിധികളും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടുതൽ ചർച്ചകൾ ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം മ്യൂണിക്കിൽ ഇറാനിയൻ പ്രതിപക്ഷ നേതാവ് റസ പെഹൽവി US സൈനിക നടപടിക്ക് പിന്തുണയും നൽകി കഴിഞ്ഞു. ഇത് കൂടുതൽ രക്തച്ചൊരിച്ചിൽ തടയാൻ സഹായിക്കും എന്നാണ് വാദം. ഇറാനിയൻ സർക്കാർ ഉദ്യോഗസ്ഥർ പങ്കെടുക്കാതിരുന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിനിടെ പറഞ്ഞ പെഹൽവിയുടെ വാക്കുകൾ ടെഹ്റാന്റെ പുരോഗതി സ്ഥാപനവുമായുള്ള ചർച്ചകൾ അനിശ്ചിതമായി നീട്ടരുത് എന്നാണ്. ഇത് സമയത്തിന്റെ കാര്യമാണ്. ഈ ആക്രമണം പ്രോസസ് വേഗത്തിലാക്കുമെന്നും ജനങ്ങൾക്കൊടുവിൽ തെരുവിലിറങ്ങാനും ആത്യന്തിക ഭരണകൂടത്തിന്റെ പതനത്തിലേക്ക് കൊണ്ടുപോകാനും സാധിക്കുമെന്നും തങ്ങൾ പ്രതീക്ഷിക്കുന്നു. 1979 ഇസ്ലാമിക വിപ്ലവകാലത്ത് അട്ടിമറിക്കപ്പെട്ട ഇറാന്റെ മുൻ ഷായുടെ US ആസ്ഥാനമായുള്ള മകൻ പെഹൽവി ടെഹ്റാനിലെ നിലവിലെ നേതൃത്വം സമ്മർദ്ദത്തിലാണെന്ന സൂചനകളുണ്ട് എന്നും സൈനിക സമ്മർദ്ദം രാഷ്ട്രീയ മാറ്റം വേഗത്തിലാക്കുമെന്നും അഭിപ്രായപ്പെട്ടു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കെതിരെ ഡിസംബർ 28 ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധത്തെ തുടർന്ന് ഇറാൻ വ്യാപകമായ അസ്വസ്ഥതകളാണ് നേരിട്ടത്. 1979 ശേഷമുള്ള ഏറ്റവും കടുത്ത അശാന്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകളെ കസ്റ്റഡിയിലെടുത്ത് വ്യാപകമായ നടപടികളാണ് അധികാരികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രതിപക്ഷ ഭൂപ്രകൃതി ആഴത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. നിരവധി മത്സരിക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ രാജവാഴ്ച പിന്തുണയ്ക്കുന്നവരും രാജ്യത്തിനുള്ളിൽ ശക്തമായ ഒരു ഏകീകൃത ഘടനയും ഇല്ല. എന്തായാലും ഇറാനിൽ പെഹൽവിയുടെ ആഭ്യന്തര പിന്തുണയുടെ വ്യാപ്തിയെ ട്രംപ് ചോദ്യം ചെയ്തു. അടുത്തിടെ നോർത്ത് കരോലിനയിൽ US സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞത് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വെല്ലുവിളി നിറഞ്ഞതായിരുന്നുവെന്നും സമാധാനപരമായ ഒരു ഫലം ഉറപ്പാക്കാൻ ശക്തി ഒരുപക്ഷെ ഭയം പ്രദർശിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.